നമസ്കാരം, ഞാൻ ആതിര വിജിയാണ്. വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ദേശീയ വരുമാനം. ഈ ദേശീയ വരുമാനത്തിൽ ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് ദേശീയ വരുമാനമെന്നും ആ ദേശീയ വരുമാനത്തിന്റെ ഡെഫിനിഷൻസും അതുപോലെ തന്നെ GNP, NNP എന്താണ്, NFI അതായത് അറ്റഘടക വരുമാനം എന്താണ് എന്നെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ദേശീയ വരുമാനത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ദേശീയ വരുമാനം കണ്ടുപിടിച്ച ഏതൊക്കെ വ്യക്തികളാണെന്നും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നറിയപ്പെടുന്ന CSO കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണിത്. എന്താണ് CSO എന്നും CSO നിലവിൽ വന്ന വർഷമൊക്കെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ദാദാഭായ് നവറോജിയെ കുറിച്ചും മഹലനോബിസിനെ കുറിച്ചും ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. എന്താണ് ഈ പാർട്ടിൽ, ഈ ഒരു ഭാഗത്തിൽ വരുന്നതാണ് സ്വതന്ത്ര വരുമാന കമ്മിറ്റി അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ കമ്മിറ്റി ആതാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരീക്ഷകളിൽ ചോദിച്ചു വരുന്നുണ്ട്. അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതായത് ദേശീയ വരുമാനത്തിൽ തന്നെ അത് കണക്കാക്കിയ വ്യക്തികളെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി പാർട്ടും അതുപോലെ തന്നെ CSO കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി, ടോട്ടൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനുമാണ് ഇന്നത്തെ ക്ലാസ് നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്ലാസ് ചെയ്തത് അതിന്റെ ഡെഫിനിഷൻസ് ആയിരുന്നു. എന്താണ് GNP, NNP, അതുപോലെ തന്നെ ദേശീയ വരുമാനം എന്താണ്, അതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നോക്കിയത്. ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക, എങ്കിലും ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ആ ക്ലാസിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ആ ക്ലാസ് കാണുക. നമുക്കിനി ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. എന്താണ് ദേശീയ വരുമാനം? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ദേശീയ വരുമാനത്തിന് ഈ ഡെഫിനിഷൻ തന്നെ ഓർത്ത് വെച്ചാൽ നമുക്ക് GNP കിട്ടും, NNP കിട്ടും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ദേശീയ വരുമാനത്തിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടെ പറയുക. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയാണ് GNP കാണുന്നതും NNP കാണുന്നതും എല്ലാം കാണുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. എന്താണ് ദേശീയ വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ദേശീയ വരുമാനത്തിന്റെ അളവെന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരത്തെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെ ഒരു ദേശീയ വരുമാനമാണ്. എന്താണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന എങ്ങനെയുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഘടകം കൂടിയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് രാജ്യത്ത് എമ്പാടും തന്നെ പണ്ട് മുതൽക്കേ തന്നെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് ഓരോരുത്തരായിട്ട് അവരുടെ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു 8 കമ്മീഷൻ അല്ലെങ്കിൽ 8 വ്യക്തികളാണുള്ളത്. എന്നാൽ ഇതിനേക്കാളും കൂടുതൽ വരെ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 പേരെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അവസാനമായിട്ട് ഇപ്പൊ അത് കണക്കാക്കുന്ന ആരെന്ന് ചോദിച്ചാൽ മാത്രം അത് ദേശീയ വരുമാനം കണക്കാക്കുന്നത് CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണെന്ന് പറയാം. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് CSO എന്നും അതുപോലെ തന്നെ ദേശീയ വരുമാനം ആരാണ് ആദ്യം കണക്കാക്കിയത്, സ്വതന്ത്ര ഇന്ത്യയിൽ ആരാണ് ആദ്യം കണക്കാക്കിയത്, അതുപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കണക്കാക്കിയ, ദേശീയ വരുമാനം കണക്കാക്കിയ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. എല്ലാരും കേട്ടിട്ട് കാണും ഈ ഒരു പേര്, ദാദാഭായ് നവറോജി. എന്താണ് ദാദാഭായ് നവറോജിയുടെ പ്രത്യേകത? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. എന്താണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിപ്പോ എത്രാമത്തെ നമ്പറാണ് ഇട്ടിട്ടുള്ളത് ഇദ്ദേഹത്തിന്? 1ാമത്. അതായത് ദേശീയ വരുമാനം കണക്കാക്കിയ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഒന്നും കൂടെ പഠിക്കുക. ദേശീയ വരുമാനം കണക്കാക്കിയ ആദ്യത്തെ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇനി ഒരു ടേമും കൂടി ഇതിൽ ആഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ദേശീയ വരുമാനം ഇദ്ദേഹം കണക്കിലാക്കിയ വർഷം 1867 മുതൽ 68 ആണ്. എന്താണ്? 1867 മുതൽ 68 കാലയളവിലാണ് ദേശീയ വരുമാനം ഇദ്ദേഹം കണക്കാക്കിയത്. അപ്പോൾ ഈ സമയത്ത് ആരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാരായിരുന്നു.
അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ സമയമായിരുന്നില്ല. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലാണോ അദ്ദേഹം കണക്കാക്കിയത്? അല്ല, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ടെന്നും കൂടെ വരും. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നേ വരുള്ളൂ. അഥവാ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇനി നമ്മൾ അടുത്ത് വരുന്നതിൽ പഠിക്കും സ്വതന്ത്ര ഇന്ത്യയിൽ ആരാണ് കണക്കാക്കിയെന്ന് നോക്കും. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇദ്ദേഹം എന്തിനെ ആധാരമാക്കിയാണ് അന്നത്തെ കാലയളവിൽ എന്ത് കണ്ടുപിടിച്ചത്? ഈ ദേശീയ വരുമാനം കണ്ടുപിടിച്ചെന്ന് ചോദിക്കാം. പ്രധാനമായിട്ടും ജയിൽ ജീവിത ചെലവിനെ അടിസ്ഥാനമാക്കിയാണ്. എന്താണ്? ജയിൽ ജീവിത ചെലവിനെ അടിസ്ഥാനമാക്കിയാണ് ദാദാഭായ് നവറോജി നാഷണൽ ഇൻകം പ്രധാനമായിട്ടും കണ്ടുപിടിച്ചത്. അപ്പോൾ എത്ര പോയിന്റ് നമ്മൾ പറഞ്ഞു? ദാദാഭായ് നവറോജിയെ കുറിച്ച് ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ്, ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇദ്ദേഹം ഇത് കണക്കാക്കി എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ജയിൽ ജീവിത ചെലവിനെ അടിസ്ഥാനമാക്കിയാണ് ഈ നാഷണൽ ഇൻകം ഇദ്ദേഹം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അന്ന് എന്തൊക്കെയാണ് ജയിൽ ജീവിത ചെലവ്? ഒരാളുടെ ജയിൽ ജീവിത ചെലവിനെ അടിസ്ഥാനമാക്കിയാണ് ആ വ്യക്തിയുടെ നാഷണൽ ഇൻകം ദേശീയ വരുമാനം വരുന്നത് എന്ന അടിസ്ഥാനമാക്കിയാണ് ഈ ദാദാഭായ് നവറോജി അന്ന് നാഷണൽ ഇൻകം കണ്ടുപിടിച്ചത്. എന്നാൽ ഇതൊരു സയന്റിഫിക് വേ ആയിരുന്നു? അല്ല. ഒരാളുടെ ജയിൽ ജീവിതം, ഒരാൾക്ക് ജയിലിൽ കഴിയാൻ വേണ്ടുന്ന എന്തൊക്കെ ചെലവുകളാണ് എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമേ ഇദ്ദേഹം അന്നത്തെ കാലയളവിൽ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അത് ഏത് വർഷമാണ്? 1867 മുതൽ 68. ഈ വർഷം ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 1867 to 68 ദാദാഭായ് നവറോജി കണ്ട വർഷം. എന്താണ്? ദേശീയ വരുമാനം കണ്ട വർഷം 1867 മുതൽ 68 വരെയാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമതായിട്ട് മൂന്നാമതായിട്ടൊക്കെ കണ്ടുപിടിച്ചത് ആരെന്നാണ്. ഇതിപ്പോ നമ്മൾ പറയുന്ന ഒരു 8 പേരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതിനേക്കാളും വ്യക്തികൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ദേശീയ വരുമാനം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ദാദാഭായ് നവറോജി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജി. കണക്കാക്കിയ വർഷം 1867, 68. ജയിൽ ജീവിത ചെലവ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇനി രണ്ടാമതായിട്ട് പറയുന്ന വ്യക്തിയാണ് വില്യം ഡിഗ്ബി. ഇതിൽ വേറെ ഒന്നും പഠിക്കണ്ട. ഈ ഇദ്ദേഹത്തിന്റെ പേരും ഏത് വർഷവുമാണ് ഇദ്ദേഹം അത് കണ്ടുപിടിച്ചത് എന്ന് മാത്രം ഒന്ന് ഓർത്തിയാൽ മതി. ഇദ്ദേഹത്തെ കുറിച്ച് വേറെ ഒന്നും പഠിക്കണ്ട. ഇദ്ദേഹത്തിന്റെ പേരും അതുപോലെ തന്നെ ഏത് വർഷമാണ് ഇദ്ദേഹം കണക്കാക്കിയത് ആ ഒരു ടേം മാത്രം പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ടാമതായിട്ട് കണക്കാക്കിയത് വില്യം ഡിഗ്ബി 1899. 1899 വില്യം ഡിഗ്ബി. മൂന്നാമതായിട്ട് ഫിൻലെ ഷിറാസ് 1911. അപ്പൊ നമ്മൾ എത്ര പേരെ കുറിച്ചാണ് പഠിച്ചത്? 3 പേര്. ദാദാഭായ് നവറോജി 1867, 68. വില്യം ഡിഗ്ബി 1899. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫിൻലെ ഷിറാസ് 1911. നെക്സ്റ്റ് വരുന്നത് വാഡിയ ആൻഡ് ജോഷി 1913, 14 ഇവർ രണ്ടുപേരും കൂടി എന്ത് കണ്ടുപിടിച്ചത്? നാഷണൽ ഇൻകം കണ്ടുപിടിച്ചത്. ആരൊക്കെയാണ്? വാഡിയ ആൻഡ് ജോഷി. അടുത്ത് വരുന്നത് ഷാ ആൻഡ് കമ്പട്ട. എന്താണ്? ഷാ ആൻഡ് കമ്പട്ട. അദ്ദേഹം കണ്ടുപിടിച്ചത് 1921 ദേശീയ വരുമാനം കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് വരുന്നത് VKRV റാവു. എന്താണ്? VKRV റാവു ആണ് നെക്സ്റ്റ് കണ്ടുപിടിച്ചത്. ഏതാണ്? ദേശീയ വരുമാനം കണ്ടുപിടിച്ച വ്യക്തിയാണ് VKRV റാവു. ഇതുവരെ ജസ്റ്റ് ഒന്ന് പേരും വർഷവും മാത്രം പഠിച്ചിരുന്നാൽ മതി. അടുത്ത് വരുന്നതാണ് VKRV റാവുവിനെ കുറിച്ചാണ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് ദാദാഭായ് നവറോജി. അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നെക്സ്റ്റ് വരുന്ന 4 പേരെ കുറിച്ച് എന്താണ് അതിന്റെ വർഷവും അവരുടെ പേര് മാത്രം കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചിരുന്നാൽ മതി. അതാണ് വില്യം ഡിഗ്ബി 1899, ഫിൻലെ ഷിറാസ് 1911, വാഡിയ ആൻഡ് ജോഷി 1913, 14, ഷാ ആൻഡ് കമ്പട്ട 1921. ഇനി അടുത്ത് നോക്കുന്നത് VKRV റാവു ആണ്. എന്താണ്? VKRV റാവു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദാദാഭായ് നവറോജി കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് VKRV റാവു. എന്താണ് ഇദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് VKRV റാവു. എന്താണ്? ഇന്ത്യയിൽ ശാസ്ത്രീയമായി ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് VKRV റാവു. ദാദാഭായ് നവറോജി കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്? ജയിൽ ജീവിത ചെലവിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഇദ്ദേഹം കണക്കാക്കിയത്. എന്നാൽ VKRV റാവു എന്ത് ചെയ്തു?
ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞത് VK RV റാവു ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയത്. ഇനി ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? VK RV റാവു ആണ്. എന്താണ്? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും VK RV റാവു ആണ്. ഇദ്ദേഹം ഏതൊക്കെ കാലയളവിലാണ് ദേശീയ വരുമാനം കണക്കാക്കിയതെന്ന് കുറിച്ച് നോക്കാം. ഏതൊക്കെ കാലയളവിലാണ് VK RV റാവു ദേശീയ വരുമാനം കണക്കാക്കിയെന്ന് ചോദിച്ചാൽ 1925 മുതൽ 29 വരെയും അതുപോലെ തന്നെ 1931 മുതൽ 32 വരെയുള്ള കാലയളവിലാണ് ഇദ്ദേഹം ദേശീയ വരുമാനം കണക്കാക്കിയത്. ഏതൊക്കെ വർഷമാണ്? 1925 to 29, 31 മുതൽ 32 വരെയുള്ള കാലയളവിലുമാണ് ഇവർ 1925 മുതൽ 29, 31 മുതൽ 32 വരെയുള്ള കാലയളവിലാണ് VK RV റാവു ദേശീയ വരുമാനം കണക്കാക്കിയെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ചോദിക്കും, ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയെന്ന് ചോദിച്ചാൽ അത് VK RV റാവു. എന്നാൽ ഇന്ത്യയിൽ ആദ്യം ദേശീയ വരുമാനം കണക്കാക്കിയെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയുമാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ട് കണക്കാക്കിയ ചോദിച്ചാൽ ദാദാഭായ് നവറോജി, ജയിൽ ജീവിത ചെലവെന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് VK RV റാവു, അത് ശാസ്ത്രീയമായ രീതിയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കി. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും VK RV റാവു ആണ്. ഇനി അടുത്ത് പറയുന്നത് CR ദേശായി. CR ദേശായി എന്ന് പറയുന്ന വ്യക്തി ഏത് കാലയളവിലാണ് കണക്കാക്കിയത്? 1932 മുതൽ 40 വരെയുള്ള കാലയളവിലാണ് ദേശീയ വരുമാനം കണക്കാക്കിയത്. എന്താണ്? CR ദേശായി ദേശീയ വരുമാനം കണക്കാക്കിയ കാലയളവ് ചോദിച്ചാൽ അത് 1932 മുതൽ 1940 വരെയുള്ള കാലയളവിലാണ്. അപ്പോൾ ഇത്രയും ഓർത്തു വയ്ക്കുക. ആദ്യം ദാദാഭായ് നവറോജി, പിന്നെ വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, വാഡിയാൻ ജോഷി, ഷാ ആൻഡ് കമ്പട്ട, VK RV റാവു, CR ദേശായി. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു കമ്മിറ്റിയാണ്, ദേശീയ വരുമാന കമ്മിറ്റി. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ദേശീയ വരുമാന കമ്മിറ്റി. എന്താണെന്ന് വെച്ചാൽ ആ വന്ന വർഷം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. 1949. എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വന്ന ആദ്യത്തെ ദേശീയ വരുമാനം കണക്കാക്കുന്ന അതോറിറ്റിയാണ് ഈ ദേശീയ വരുമാന കമ്മിറ്റി 1949. സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ദേശീയ വരുമാന കമ്മിറ്റി 1949 എന്ന കാര്യം ഓർത്തു വയ്ക്കുക. എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള കമ്മിറ്റിയാണ് ദേശീയ വരുമാന കമ്മിറ്റി. ഈ കമ്മിറ്റി വന്ന വർഷം 1949 ആണ്. അതും കൂടി ചേർത്ത് വെച്ച് പഠിക്കണം. ദേശീയ വരുമാന കമ്മിറ്റി 1949. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാലും അതും ഈ ദേശീയ വരുമാന കമ്മിറ്റിയാണ്. എന്താണ് ക്വസ്റ്റ്യൻ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാനം കണക്കാക്കിയ കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് 1949 ദേശീയ വരുമാന കമ്മിറ്റിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി. ഈ ദേശീയ വരുമാന കമ്മിറ്റിയെ നിയോഗിച്ചത് ആരാണ്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ദേശീയ വരുമാന കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. ആരാണ്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ദേശീയ വരുമാന കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. കൂടാതെ തന്നെ ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന വ്യക്തിയാണ് PC മഹലനോബിസ്. ആരാണ് ഇതിന്റെ അധ്യക്ഷൻ? PC മഹലനോബിസ് ആണ് ദേശീയ വരുമാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേശീയ വരുമാന കമ്മിറ്റിയിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് PC മഹലനോബിസ് ആണ്. ആരാണ്? PC മഹലനോബിസ് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു ദേശീയ വരുമാന കമ്മിറ്റി. അപ്പോയിന്റിംഗ് അതോറിറ്റി ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അധ്യക്ഷനായത് കൊണ്ട് തന്നെ മഹലനോബിസ് കമ്മിറ്റി എന്നും കൂടി ഇതിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? PC മഹലനോബിസ് അധ്യക്ഷനായതോടുകൂടി മഹലനോബിസ് കമ്മിറ്റി എന്ന പേരിലും എന്തറിയപ്പെടുന്നു? ദേശീയ വരുമാന കമ്മിറ്റി അറിയപ്പെടുന്നു. ഒന്നും കൂടി പറയുക, മഹലനോബിസ് ദേശീയ വരുമാന കമ്മിറ്റിയുടെ മറ്റൊരു പേര് ചോദിച്ചാൽ അത് മഹലനോബിസ് കമ്മിറ്റിയാണ്. ഇദ്ദേഹമാണ് എന്തിന്റെ അധ്യക്ഷൻ? ദേശീയ വരുമാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇദ്ദേഹത്തെ കൂടാതെ തന്നെ എന്താണ്? മഹലനോബിസിനെ കൂടാതെ തന്നെ മറ്റു മെമ്പേഴ്സും ഇതിലുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു മറ്റ് അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ അത് VK RV റാവു. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ശാസ്ത്രീയമായ രീതിയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണ്ടെത്തിയ വ്യക്തിയാണ് VK RV റാവു എന്ന് പറഞ്ഞു.
അപ്പോൾ VKRV റാവു ഉണ്ടായിരുന്നു. DR ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തിയും ഈ ദേശീയ വരുമാന കമ്മിറ്റി അംഗമായിരുന്നു എന്ന കാര്യം ഓർക്കുക. VKRV റാവുവും DR ഗാഡ്ഗിൽ, VKRV റാവു ഉണ്ട്, DR ഗാഡ്ഗിലും ഉണ്ട് എന്ന കാര്യം ഓർത്തു വയ്ക്കും. PC മഹലനോബിസിന്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിരുന്നു ചോദിച്ചാൽ അത് ഒക്ടോബർ 20 ജൂൺ 29 ഏതാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേയും ഒക്ടോബർ 20 ഏതാണ്? വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആണെന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. പിന്നെ ഇതിൽ പറയുന്നത് ഇതിലെ മെമ്പേഴ്സ് ആരെന്ന് ചോദിച്ചാൽ VKRV റാവുവും DR ഗാഡ്ഗിലും. കൂടാതെ ഇതിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1951 49 നിയോഗിച്ച കമ്മിറ്റി ആദ്യത്തെ റിപ്പോർട്ട്, ദേശീയ വരുമാന റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1951 എന്നാൽ അവസാനമായിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1954 എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. എന്താണ് ഇതിൽ പറയുന്നത്? ദേശീയ വരുമാന കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് 1949 ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി. ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? PC മഹലനോബിസ് ആണ്. മഹലനോബിസ് കമ്മിറ്റി എന്നും അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ എന്നും, എന്നാൽ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ചോദിച്ചാൽ അത് ഒക്ടോബർ 20 കൂടാതെ ഇതിലെ മറ്റു മെമ്പേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ VKRV റാവുവും DR ഗാഡ്ഗിലും. ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് 1951 അവസാനത്തെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1954 ഇനി പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 54 ദേശീയ വരുമാന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പം 54 കൊണ്ട് ആ റിപ്പോർട്ട് കഴിഞ്ഞു. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ആരാണ് പ്രധാനമായിട്ടും ദേശീയ വരുമാനം, അല്ലെങ്കിൽ ഏത് കമ്മിറ്റിയാണ് പ്രധാനമായിട്ടും ദേശീയ വരുമാനം കണക്കാക്കിയെന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ് തുടർന്ന് വരുന്ന? ഇതിപ്പോ 49 നിയോഗിച്ചു, 54 വരെ റിപ്പോർട്ട് സമർപ്പിച്ചു. 54 ശേഷം ആരാണ് ഇത് കണ്ടുപിടിച്ചത്? എന്താണ് 54 ശേഷം ദേശീയ വരുമാനം കണക്കാക്കണമല്ലോ. ഇപ്പോ തുടർന്ന് വരുന്ന വർഷങ്ങളിലും ഇപ്പൊ അല്ലെങ്കിൽ നിലവിൽ വരുന്ന വർഷങ്ങളിലെല്ലാം തന്നെ ആരാണ് ദേശീയ വരുമാനം കണക്കാക്കിയെന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആയിട്ട് വരുന്നതാണ് CSO. എന്താണ് CSO എന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് CSO എന്ന് പറയുന്നത്. അപ്പോൾ CSO എന്ന് പറയുന്ന ഏജൻസിയാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ദേശീയ വരുമാനം നിലവിൽ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിൽ ഔദ്യോഗികമായി ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ, നിലവിലത്തെ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ അത് CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് CSOയുടേത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് CSOയുടെ ചുരുക്കെഴുത്താണ്, അല്ലെങ്കിൽ CSOയുടെ ഫുൾ ഫോം ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഈ CSO ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കി തുടങ്ങിയത് 1956 മുതലാണ്. ഏത് വർഷമാണ്? 1956 മുതൽ ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കി തുടങ്ങിയത് ഏജൻസിയാണ് CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. 54 വരെ ദേശീയ വരുമാന കമ്മിറ്റി ലാസ്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു. 56 മുതൽ ആരുണ്ട്? CSO ആണ് ദേശീയ വരുമാനം കണക്കാക്കി തുടങ്ങിയത്. അപ്പൊ ചോദിക്കാം, ഇപ്പൊ നിലവിൽ ആരാണ് കണക്കാക്കണമെന്ന് വെച്ചാൽ അതും CSO ആണ്. നിലവിലത്തെ വർഷങ്ങളിലും ദേശീയ വരുമാനം കണക്കാക്കുന്ന ഓരോ വർഷങ്ങളിലും ദേശീയ വരുമാനം കണക്കാക്കുന്നതും ആര് തന്നെയാണ്? CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് തന്നെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ CSO എന്നാണ് വന്നത്, അതുപോലെ തന്നെ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്. ഇനി CSOയുടെ ചുരുക്കത്തിൽ ആദ്യം വന്നപ്പോൾ CSO എന്നല്ല അറിയപ്പെട്ടിരുന്നത്, അത് വേറൊരു പേരിലായിരുന്നു. അത് ഏതൊക്കെ വർഷങ്ങളിലാണ് പേര് മാറി നിലവിൽ അറിയപ്പെടുന്ന പേരെന്താണ് എന്നൊക്കെയുള്ള ഹിസ്റ്ററി പാർട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ CSO വന്നത്, CSOയുടെ ഫുൾ ഫോം ചോദിച്ചാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക പെട്ടെന്ന്. 1956 മുതൽ കണക്കാക്കി CSO ആണ് കണക്കാക്കുന്നത്. ഇനി CSO നിലവിൽ വന്ന വർഷം, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷം. CSO നിലവിൽ വന്ന വർഷം എത്രയോ തവണ PSC ക്വസ്റ്റ്യൻസിൽ ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1951 മെയ് 2 ആര് സ്ഥാപിച്ചത്? ഈ CSO സ്ഥാപിതമായത്. വർഷം ഏതാണ്? 1951 മെയ് 2. 1951 മെയ് 2 CSO സ്ഥാപിതമായത്. 1951 മെയ് 2. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 1951 മെയ് 2 CSO സ്ഥാപിതമായത്. സ്ഥാപിത ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്ത. എന്താണ്? കൊൽക്കത്തയിലായിരുന്നു സ്ഥാപിത ആസ്ഥാനം.
ആദ്യത്തെ സ്ഥാപിതമായിട്ടുള്ള ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയും. എന്നാൽ നിലവിലെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയുമാണ്. എന്താണ്? സ്ഥാപിത ആസ്ഥാനം കൊൽക്കത്തയും നിലവിലെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയുമാണ്. ഇത്രയും ഓർക്കുക. സ്ഥാപിത ആസ്ഥാനം കൊൽക്കത്ത, നിലവിലെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹി. ഇനി ഇത് പറയുന്നത് ഇതിന്റെ സ്ഥാപിച്ച നേതാവ് അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് PC മഹലനോബിസ്. സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? PC മഹലനോബിസ് ആണ് ഇതിന്റെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത്. എത്ര പോയിന്റ് പഠിച്ചു? സ്ഥാപിച്ച ദിവസം അല്ലെങ്കിൽ ഡേറ്റ് ഏതെന്ന് ചോദിച്ചാൽ 1951 മെയ് 2 കൊൽക്കത്തയിലാണ് സ്ഥാപിത ആസ്ഥാനം. നിലവിലെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹി. ഇത് സ്ഥാപിച്ചത് മഹലനോബിസ് ആണ്. കൂടാതെ എന്തെന്ന് പറയും? ഇവരാണ് ദേശീയ വരുമാനം CSO ആണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ദേശീയ വരുമാന റിപ്പോർട്ട് ഉണ്ടല്ലോ, ഓരോ വർഷം ഇവർ പുറത്തുവിടുന്ന ദേശീയ വരുമാന റിപ്പോർട്ട് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിക്കാം. അതായത് ഓരോ വർഷത്തെയും ഇവരുടെ ദേശീയ വരുമാന റിപ്പോർട്ട് അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ്? നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് ദേശീയ വരുമാന റിപ്പോർട്ട് അറിയപ്പെടുന്നത്. കൂടാതെ ഇതിന്റെ ഔദ്യോഗിക പത്രം ഏതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതെന്ന് ചോദിച്ചാൽ അത് ധവളപത്രം. CSOയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ചോദിച്ചാൽ ധവളപത്രം. 1956 മുതലാണ് ഈ പ്രസിദ്ധീകരണം തുടങ്ങിയത്. ധവളപത്രമാണ് ഔദ്യോഗിക പ്രസിദ്ധീകരണം. ഇത് 1956 മുതലാണ് തുടങ്ങിയത്. ഇതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. 1951 മെയ് 2 വന്നു. PC മഹലനോബിസിന്റെ നേതൃത്വത്തിലാണ് വന്നത്. സ്ഥാപിത ആസ്ഥാനം കൊൽക്കത്ത, നിലവിലെ ആസ്ഥാനം ന്യൂഡൽഹി, ഔദ്യോഗിക പ്രസിദ്ധീകരണം ധവളപത്രം. 1956 മുതലാണ് ദേശീയ വരുമാനം CSO കണക്കാക്കി തുടങ്ങിയത്. പിന്നെ പറയുന്നത് എന്താണ്? ഈ ദേശീയ വരുമാന റിപ്പോർട്ട് എന്ന് പറയുന്നത് നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. CSOയുടെ ഫുൾ ഫോം ചോദിച്ചാൽ എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. ഇത് നമ്മൾ വേറെയും ഫുൾ ഫോംസ് പഠിക്കും, തിരിഞ്ഞു പോകരുത്. CSOയുടെ ഫുൾ ഫോം വെച്ച് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. മിക്ക പരീക്ഷയിലും CSO തന്നെയാണ് ചോദിക്കുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ അത് അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ അത് NSO ആണ്. എന്താണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? NSO അഥവാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. CSO മാറി NSO ആയി. പക്ഷെ എല്ലാ പരീക്ഷകളിലും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും NSO എന്ന് അവർ ചോദിക്കാറില്ല. NSO എന്ന് ചോദിക്കാറില്ല. പകരം പഴയ പേരായ CSO തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നിലവിൽ അത് മാറി NSO ആയിട്ടുണ്ടെങ്കിലും എല്ലാ പരീക്ഷകളിലും CSO സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ്, അതിൽ ശരിയായത് ഏതാണ്, അത് വന്ന വർഷം, അത് CSO തന്നെ ചോദിക്കാറുണ്ട്. ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. CSO എന്ന് ചോദിച്ചാലും NSO എന്ന് ചോദിച്ചാലും ഒരേ ക്വസ്റ്റ്യൻ ആണെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് CSOയുടെ ഓരോ വർഷത്തെയും ടേം വ്യത്യാസം. എന്താണ്? പേരുകളിൽ വന്ന വ്യത്യാസം, അത് എന്തുകൊണ്ടാണ്, ഏത് വർഷം മുതലാണ് അങ്ങനെ വന്നത് എന്നാണ് നോക്കുന്നത്. ഇതിൽ നിലവിൽ വന്നപ്പോൾ 1951 മെയ് 2 നിലവിൽ വന്നെന്ന് പറഞ്ഞു. 1951 നിലവിൽ വന്നപ്പോൾ ഇതിന്റെ പേരെന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു നിലവിൽ വന്നപ്പോഴുള്ള പേര്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു നിലവിൽ വന്നപ്പോഴുള്ള പേര്. ഈ പേര് 1951 CSO അല്ല, CSI ആയിരുന്നു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. 1954 ആയപ്പോഴേക്കും എന്ത് ചെയ്തു? ഈ I മാറിയിട്ട് അവിടെ എന്ത് വന്നു? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയി. എന്താണ്? I മാറി O വന്നു. CSI മാറി CSO വന്നു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ CSO വന്ന വർഷം 1954 ആയപ്പോഴേക്കും അത് ഓർഗനൈസേഷനായി മാറി. ഇനി ഈ ഓർഗനൈസേഷൻ 2002 പിന്നും പേര് മാറിയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓർഗനൈസേഷൻ മാറി ഓഫീസായി. അപ്പോൾ നിലവിൽ വന്ന പേര് 1951 നിലവിൽ വന്നപ്പോൾ എന്തായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് അടുത്ത പേര് മാറിയത് 54 ആയപ്പോഴേക്കും പേര് മാറി. എന്തായി? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയി. അത് കഴിഞ്ഞ് 2002 ആയപ്പോഴേക്കും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അത് CSO. ആ CSO 2019 മെയ് 23 CSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസുമായിട്ട് ലയിക്കുകയും അത് പിന്നീട് അറിയപ്പെടുന്നത് ഏത് പേരിലായി?
NSO അഥവാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? 2019 മെയ്, നമ്മളിപ്പോ പറഞ്ഞു 2002 അതിന് CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വരെ ആയിരുന്നു പറഞ്ഞു. ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, പിന്നെ ഓർഗനൈസേഷൻ ആയി, പിന്നെ അത് ഓഫീസായി. ഈ ഓഫീസായ CSO എന്തുമായിട്ട് ലയിച്ചു? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസുമായിട്ട് ലയിക്കുകയും അത് ലയിച്ചിട്ട് പേരെന്തായി മാറുകയും ചെയ്തു? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നായി മാറുകയും ചെയ്തു. അപ്പോൾ നിലവിലത്തെ പേര് ചോദിച്ചാൽ അത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. ആ പേര് മാറിയ വർഷം 2019 മെയ് 23. ഈ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. 2019 മെയ് 23 പേരുമാറ്റം നടന്നത്, അല്ലെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസുമായിട്ട് CSO ലയിച്ച് NSO ആയ ഡേറ്റ് ആണ് 2019 മെയ് 23. ഇനി നമ്മൾ നോക്കുന്നത് ഈ CSO ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? എന്താണ്? ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നതെന്ന് നോക്കിയാൽ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലായിരിക്കും വരുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് CSO, അല്ലെങ്കിൽ നിലവിൽ അറിയപ്പെടുന്ന പേര് NSO എന്നാണ് പറയുന്നത്. അപ്പോൾ CSOയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നോക്കിയത്. 1951 മെയ് 2 വന്നു. സ്ഥാപിത ആസ്ഥാനം കൊൽക്കത്ത. നിലവിലെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹി. അതുപോലെ തന്നെ ഔദ്യോഗിക മുഖപത്രം അല്ലെങ്കിൽ ഔദ്യോഗിക പ്രസിദ്ധീകരണം ചോദിച്ചാൽ ധവള പത്രമാണ്. കൂടാതെ ഇതിന്റെ റിപ്പോർട്ട് അറിയപ്പെടുന്നത് നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്ഥാപനത്തിന് കാരണമായ വ്യക്തി മഹലനോബിസ് ആണ്. ഇത് നിലവിൽ വന്നപ്പോഴുള്ള പേര് എന്തായിരുന്നു? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. എന്നാൽ ഇത് 54 ആയപ്പോഴേക്കും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയി. എന്നാൽ അത് 2002 ആയപ്പോഴേക്കും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആവുകയും ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസുമായിട്ട് ലയിച്ച് NSO ആയത്. NSO എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആയത് ഏതാണ്? 2019 മെയ് 23 കാര്യം കൂടി ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. CSOയെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഈ ദേശീയ വരുമാന കമ്മിറ്റിയും ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആരാണ് കണക്കാക്കിയത്, അതുപോലെ തന്നെ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആര് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കിയത്. എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഈ നാഷണൽ ഇൻകത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളും അതുപോലെ തന്നെ CSOയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടെല്ലാം. എല്ലാവരും മസ്റ്റ് ആയിട്ട് ക്ലാസ് കാണുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.